നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആണ്. സോ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും അതുപോലെ തന്നെ അതിൻ്റെ അനാലിസിസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ക്രൈറ്റീരിയ ഫോർ ഓസിലേഷൻ, ബാർക്കോസിങ് ക്രൈറ്റീരിയ എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതിൽ ലൂപ്പ് ഗെയിൻ എ ബീറ്റ ഷുഡ് ബി 1, ദെൻ സെക്കൻഡ് പോയിൻറ്റ് ദ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് ഷുഡ് ബി 0 ഓർ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് 2π. അങ്ങനെ നമ്മൾ രണ്ട് കണ്ടീഷൻസ് പഠിച്ചിരുന്നു. ദ കണ്ടീഷൻ ഫോർ സസ്റ്റെയിൻഡ് ഓസിലേഷൻ. സോ ഇതൊരു വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രമാണ്. സോ ഇവിടെ നമുക്ക് അറിയാം, നമുക്കൊരു ഓസിലേറ്ററിൻ്റെ ബ്ലോക്ക് ഡയഗ്രം അറിയാം. സോ അത് ഒരു ആംപ്ലിഫയർ ഉണ്ട്, ഒരു ആംപ്ലിഫയർ സ്റ്റേജ്, ദെൻ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് സ്റ്റേജ്, ദെൻ ദ ഔട്ട്പുട്ട് ഓഫ് ദ ആംപ്ലിഫയർ സ്റ്റേജ് ഈസ് ഫെഡ് ബാക്ക് to the input through a feedback network. So ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. So this is the feedback network and this is the amplifier stage. ഇവിടെ നമ്മൾ ആംപ്ലിഫയർ സ്റ്റേജ് ആയിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത് രണ്ട് RC നെറ്റ്വർക്ക്, രണ്ട് 2 സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ അല്ലെങ്കിൽ രണ്ട് RC കപ്പിൾഡ് ആംപ്ലിഫയേഴ്സ് ഇങ്ങനെ കാസ്കേഡ് ചെയ്ത് വെച്ചേക്കുവാണ്. സോ ഇവിടെ നമുക്ക് കാണാം R1, R2, RC ആൻഡ് RE. ഇതൊരു ആംപ്ലിഫയർ ആണ്, ഇതൊരു സിംഗിൾ സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. ഇതും ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആ ബേസിലേക്കാണ് അത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് രണ്ടാമത്തെ സ്റ്റേജിൻ്റെ ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇത് ഒരു ആംപ്ലിഫയർ ആണ്. സോ ദിസ് ഇസ് ആൻ ആംപ്ലിഫയർ, C ആംപ്ലിഫയർ, ആൻഡ് ദിസ് ഈസ് ഓൾസോ എ C ആംപ്ലിഫയർ. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു എമിറ്റർ റെസിസ്റ്റൻസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ രണ്ട് ആംപ്ലിഫയറും തമ്മിൽ. സോ ദിസ് ഈസ് എ 2 സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ. അപ്പോൾ നമുക്കൊരു വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററിനകത്ത് ആംപ്ലിഫയർ സ്റ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ 2 സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ സ്റ്റേജ്. സോ ഇവിടെ നമുക്കറിയാം ഒരു സിംഗിൾ RC കപ്പിൾഡ് ആംപ്ലിഫയർ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് 2 സ്റ്റേജ് ആണ് കാസ്കേഡ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ 360 ഡിഗ്രി ഫേസ് ചേഞ്ച് ഈ ആംപ്ലിഫയർ തന്നെ പ്രൊവൈഡ് ചെയ്യും. സോ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് നമുക്ക് ഓസിലേഷന് ആവശ്യമായിട്ടുള്ളൊരു കണ്ടീഷനാണ് 2π, 0 അല്ലെങ്കിൽ 2π അല്ലെങ്കിൽ അതിൻ്റെ മൾട്ടിപ്പിൾസ്, ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ 360 ഡിഗ്രി ഓസിലേഷൻ കണ്ടീഷൻ നമുക്ക് ഈ രണ്ട് ആംപ്ലിഫയർ യൂസ് ചെയ്യുന്നത് കാരണം നമുക്ക് അച്ചീവ് ചെയ്യും. ദെൻ നമുക്കിവിടെ കാണാം ഇതിൻ്റെ ഔട്ട്പുട്ട് ആ സെക്കൻഡ് സ്റ്റേജിൻ്റെ അല്ലെങ്കിൽ 2 സ്റ്റേജ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഫീഡ്ബാക്കിലേക്കാണ് കൊടുക്കുന്നത്. സോ അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങോട്ട് കൊടുക്കണം? ഫീഡ്ബാക്കിലേക്ക്. സോ ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക്. ഇത് ഔട്ട്പുട്ട് ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലേക്ക് പോവാണ്, ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. സോ ഇതാണ് നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ദെൻ ആ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട്, അതായത് നമ്മൾ VF എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഔട്ട്പുട്ട് നമ്മൾ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ട് സ്റ്റേജിലേക്കാണ് പോകുന്നത്. സോ നമുക്ക് കാണാം ഇതാണ് നമ്മുടെ വി ഔട്ട് എൻ്റെ വാല്യൂ. വി ഔട്ട് എടുത്ത് നമ്മൾ വീണ്ടും ഒരു ദിസ് ഈസ് ദ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. സോ ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലേക്ക് നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷൻ ഫീഡ് ചെയ്യുവാണ്. ദെൻ അതിൻ്റെ ഔട്ട്പുട്ട്, സോ ഇവിടെ ആ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് അതായത് VF എന്ന് പറയുന്ന വാല്യൂ ഒന്ന് നമ്മുടെ ആ ഒരു എമിറ്ററിലേക്കും പോകുന്നുണ്ട്, അടുത്തത്. സോ ഇത് രണ്ടും നമ്മളിവിടെ ഒരു ഫീഡ്ബാക്ക് വാല്യൂ ആയിട്ടാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. സോ ഒന്ന് അതിൻ്റെ ഇൻപുട്ടിലേക്ക് അതായത് ബേസിലേക്കും ഒന്ന് അതിൻ്റെ എമിറ്ററിലേക്കുമാണ് നമ്മുടെ കണക്ഷൻസ് പോകുന്നത്. സോ നമുക്കിവിടെ ഒരു ഓസിലേറ്ററിൻ്റെ ആ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് നമുക്കിവിടെ കാണാൻ പറ്റും. സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് എ വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലോക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ സ്റ്റേജസ് ഉണ്ടെന്ന്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ 2 സ്റ്റേജ് RC കപ്പിൾഡ് ആംപ്ലിഫയർ. ദെൻ നമുക്കറിയാം സിൻസ് ഈ ആംപ്ലിഫയർ പ്രൊഡ്യൂസസ് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പെർ സ്റ്റേജ്, എ ടോട്ടൽ 360 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഈസ് ഒബ്റ്റെയിൻ. കാരണം നമ്മൾ 2 സ്റ്റേജ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ദ ബാർക്കോസിങ് ക്രൈറ്റീരിയ ഫോർ സസ്റ്റെയിൻഡ് ഓസിലേഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. സോ ദെൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫീഡ്ബാക്ക് നമ്മൾ അച്ചീവ് ചെയ്തേക്കുന്നത് ഈ ഒരു നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടാണ്. ഈ ഒരു നെറ്റ്വർക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് ഒരു പാരലൽ കോമ്പിനേഷൻ ഓഫ് RC ആൻഡ് എ സീരീസ് കോമ്പിനേഷൻ ഓഫ് RC നെറ്റ്വർക്ക് ഇത് ചേരുന്നതാണ് നമ്മുടെ ഈ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ ഒരു RC ഇതൊരു സീരീസ് കോമ്പിനേഷനും ഇതൊരു പാരലൽ കോമ്പിനേഷനുമാണ്. സോ ഈ സീരീസ് കോമ്പിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫേസ് ഷിഫ്റ്റ്
ഈ പാരലൽ കോമ്പിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫേസ് ഷിഫ്റ്റും ഓപ്പോസിറ്റ് ആയിരിക്കും. സോ അത് തമ്മിൽ ആ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് ക്യാൻസലായി പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ RC നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫേസ് ഷിഫ്റ്റ് 0 ആയിരിക്കും. സോ ഇവിടെ ഒരു ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവുന്നില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള 360 ഡിഗ്രി ആംപ്ലിഫയർ സ്റ്റേജിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. സോ ബീറ്റ ഫേസ് ഷിഫ്റ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാരണം അത് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്, അത് എൻഷുർ ചെയ്യുന്നത് ഒരു സീരീസ് RCയും ഒരു പാരലൽ RCയും യൂസ് ചെയ്തിട്ടാണ്. സോ അതുകൊണ്ട് പറയുന്നുണ്ട് RC നെറ്റ്വർക്ക്സ് not supposed to introduce any further phase difference within a loop, and a series and a parallel combination of RC networks are used. ഒരു സീരീസും അതുപോലെ തന്നെ ഒരു പാരലൽ കോമ്പിനേഷൻ ഓഫ് RC നെറ്റ്വർക്ക്സ് ആർ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അത് ഒരു 0 ഫേസ് ഷിഫ്റ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം ഓൾറെഡി നമ്മൾ 360 അച്ചീവ് ചെയ്തു. സോ ദ ഫേസ് ഷിഫ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സീരീസ് RC നെറ്റ്വർക്ക് ഈസ് ക്യാൻസൽഡ് ബൈ പാരലൽ RC നെറ്റ്വർക്ക്. സോ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതുകൂടാതെ R3 R4 എന്ന് പറയുന്ന ഒരു പാരലൽ കണക്ഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതും നമ്മൾ അനാലിസിസിൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഈ RC കോമ്പിനേഷനാണ്. സോ ഇവിടെ ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫേസ് ഡിഫറൻസ് ക്യാൻസൽ ചെയ്ത് പോകുന്നു. സോ നോ ഫേസ് ഡിഫറൻസ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. സോ ഇതാണ് നമ്മുടെ വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. നമുക്കിനി ഇതിൻ്റെ അനാലിസിസ് നോക്കാം. നമുക്കിതിൻ്റെ സസ്റ്റെയിൻഡ് ഓസിലേഷൻസിൻ്റെ കണ്ടീഷൻസൊക്കെ നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. സോ നമുക്കറിയാം ഇവിടെ 360 ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ആംപ്ലിഫയർ തന്നെയാണ്. സോ RC നെറ്റ്വർക്ക് ഇവിടെ ഫീഡ്ബാക്ക് ഫേസ് ഷിഫ്റ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ നമ്മൾ അനാലിസിസിന് ഈ ഒരു RC നെറ്റ്വർക്കാണ് നമ്മളിവിടെ അനാലിസിസിന് വേണ്ടി എടുക്കുന്നത്. സോ ആ ഒരു RC നെറ്റ്വർക്കിൻ്റെ ഇക്വലൻ്റ് ഡയഗ്രാമാണ് ഞാനീ വരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച ആ ഒരു നെറ്റ്വർക്ക് തന്നെയാണ് ഇത്, ആ ഒരു ബ്രിഡ്ജ് ഷേപ്പിൽ നമ്മൾ വരച്ചേക്കുന്ന. സോ ദിസ് ഈസ് RC നെറ്റ്വർക്ക്. ആ വരച്ചേക്കുന്ന RC നെറ്റ്വർക്ക് തന്നെയാണ് നമ്മളിവിടെ, അത് സെയിം ഡയഗ്രാം തന്നെയാണ്. സോ ആ ബ്രിഡ്ജ് ഷേപ്പിൽ നമ്മൾ വരച്ചിരുന്ന സെയിം സർക്യൂട്ട് ഇതായിരുന്നു നമ്മുടെ സർക്യൂട്ട്. So this is C, R, and this is R and C. So ഈ ഒരു സെയിം വാല്യൂ തന്നെയാണ്. ദിസ് ഈസ് R3 ആൻഡ് ദിസ് ഈസ് R4. സോ ഇത് VF, ഇത് നമ്മൾ VF ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ഫിഗർ തന്നെയാണ് ഇവിടെ അതൊന്ന് മോഡിഫൈ ചെയ്ത് വരച്ചേക്കുന്നത്. സെയിം ഡയഗ്രം തന്നെയാണ്. R and C കോമ്പിനേഷൻ. ഇവിടെ നിന്നാണ് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുന്നത്. സോ ഇത് പാരലൽ ആൻഡ് ദിസ് ഇസ് ദ സീരീസ് കോമ്പിനേഷൻ. ദെൻ ഇവിടെ ആയിട്ട് വരുന്നത് Vout ആണ്. സോ Voutൻ്റെ ഫീഡ്ബാക്ക് ആണ്, അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. Vout ഔട്ട്പുട്ടാണ് ആ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കിലേക്ക് കൊടുത്തേക്കുന്നത്. സോ ദിസ് ഇസ് ദ നമ്മൾ അനലൈസ് ചെയ്യാൻ എടുക്കുന്ന ഫീഡ്ബാക്ക് RC നെറ്റ്വർക്ക് ഇതാണ്. നമുക്ക് ഇവിടുന്ന്, സോ ഇതാണ് നമ്മുടെ VF, ഇതും നമ്മൾ VF ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, ഫീഡ്ബാക്ക് ആണ്. സോ നമ്മൾ ഈ ഒരു വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ പോവാണ്. സോ VF, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് VF? സോ നിങ്ങളിവിടെ കാണാം, ഈ ഒരു നെറ്റ്വർക്ക് മാത്രം നമ്മളിവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇതിനെ ഫുള്ളായിട്ടൊരു ഇമ്പിഡൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു ഇമ്പിഡൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? R പ്ലസ്, ഇത് സീരീസ് കോമ്പിനേഷനാണ്, R പ്ലസ്. സോ ഈ വാല്യൂവിനെ എനിക്ക് ഇതിൻ്റെ ഇക്വലൻ്റ് ഇമ്പിഡൻസിനെ നമുക്ക് R പ്ലസ് 1/j ωc എന്ന് എഴുതാം. കാരണം ഇതൊരു സീരീസ് കോമ്പിനേഷനാണ്. ഇതിൻ്റെ ഇക്വലൻ്റ് ഇമ്പിഡൻസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് R ഇൻറ്റു ഇത് പാരലാണ്. സോ R ഇൻറ്റു ഇതിൻ്റെ ഇമ്പിഡൻസ് 1/j ωc ബൈ R പ്ലസ് 1/j ωc. ഇതാണ് ഇതിൻ്റെ ഇക്വലൻ്റ് ആയിട്ട് വരുന്ന, കാരണം ഇത് രണ്ടും പാരലാണ്. R ഇൻറ്റു 1/j ωc ബൈ R പ്ലസ് 1/j ωc. സോ ഈ രണ്ട് ഇമ്പിഡൻസ് ഇതിന് അക്രോസ് ഉള്ള ആ ഒരു VF വാല്യൂ ആണ് മെഷർ ചെയ്യേണ്ടത്. VF എന്ന് പറയുന്നത് V0 ആണ് ഈ നോഡിലെ വോൾട്ടേജ്. സോ നമ്മൾ ആ ഒരു തെവെനിൻസ് വോൾട്ടേജ് VF വാല്യൂ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ദ മെയിൻ വോൾട്ടേജ് ദാറ്റ് ഈസ് V0 ഇൻറ്റു വോൾട്ടേജ് അക്രോസ് V0 ഇൻറ്റു ദ റെസിസ്റ്റൻസ് വാല്യൂ, ഈ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് വാല്യൂ അത് എത്രയാണ്? R ഇൻറ്റു, സോ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട് R1, ഇത് R2 ആണെങ്കിൽ V0 ഇൻറ്റു R2 ബൈ R1 പ്ലസ് R2. അതേപോലെ തന്നെ ഇതിന് ക്രോസ് ഉള്ള വാല്യൂ എന്ന് പറയുന്നത് നമ്മളിവിടെ ഇക്വലൻ്റ് ഇമ്പിഡൻസ് നമ്മൾ പഠിച്ചു, എത്രയാണ്? ഇത് വേണമെങ്കിൽ Z1,
Z2. So V0 into Z2 by Z1 plus Z2. ആ രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. സോ Z2 എന്ന് പറയുന്നത് R into 1 by j omega c by R plus 1 by j omega c. സോ ആ ഒരു വാല്യൂ Z2 by Z1 plus Z2. സോ Z1 എത്രയാണ്? R plus 1 by j omega c plus Z1 plus Z2, that is R into 1 by j omega c by R plus 1 by j omega c. സോ നമ്മൾ വി എഫിൻ്റെ ആ ഒരു ഇക്വേഷൻ എഴുതി. ഇനി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക. സോ V0 ഇൻറ്റു ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് LCM ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് 1 പ്ലസ് ജെ ഒമേഗ ആർ സി ആവും. ഇവിടുത്തെ ജെ ഒമേഗ സി നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ആർ ബൈ 1 പ്ലസ് ജെ ഒമേഗ ആർ സി എന്ന് എഴുതാം. ഈ ജെ ഒമേഗ സി ക്യാൻസൽ ചെയ്ത് ഇതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് ജെ ഒമേഗ ആർ സി ആ ഫോമിൽ നമുക്ക് കിട്ടും. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലും ഇതുപോലെ തന്നെ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 1 പ്ലസ് ജെ ഒമേഗ ആർ സി ബൈ ജെ ഒമേഗ സി എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടും. ജെ ഒമേഗ സി ക്യാൻസൽ ചെയ്യാം. സോ ഇറ്റ് വിൽ ബിക്കം ആർ ബൈ 1 പ്ലസ് ജെ ഒമേഗ ആർ സി. ജെ ഒമേഗ സി ക്യാൻസൽ ചെയ്ത് LCM എടുക്കുമ്പോൾ ഈ വാല്യൂ കിട്ടും. സോ ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു വി എഫിൻ്റെ എക്സ്പ്രഷൻ കിട്ടുന്നത്. ഇതിനെ വീണ്ടും ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ this can be written as so V0 into R by 1 plus j omega RC divided by ഇവിടെ LC എടുക്കുമ്പോൾ 1 plus j omega RC the whole square plus ഇവിടെ എടുക്കുമ്പോൾ R into j omega C by j omega c into 1 plus j omega r c എന്ന് കിട്ടും. ഇവിടെ ഈ ഒരു 1 plus j omega r c ഈ ഒരു 1 plus j omega r c നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇത് ന്യൂമറേറ്ററിലേക്ക് പോകും. സോ ഇറ്റ് വിൽ ബിക്കം V0 into j omega r c എന്ന് വരും. ഡിവൈഡഡ് ബൈ 1 plus j omega RC the whole square plus R into j omega R, that is j omega RC. ഇങ്ങനെ നമുക്ക് എഴുതാം. ദെൻ ആ ഡിനോമിനേറ്റർ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. ദിസ് വിൽ ബിക്കം V0 into j omega RC by the a plus b the whole square ഫോമിൽ 1 മൈനസ് ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ സി സ്ക്വയർ. കാരണം ജെ സ്ക്വയർ -1 ആണ്. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ജെ സ്ക്വയർ -1 ആയിട്ട് ഞാൻ മൈനസ് ഇട്ടു, പ്ലസ് 2ab ദാറ്റ് ഈസ് 2j ഒമേഗ ആർ സി പ്ലസ് ജെ ഒമേഗ ആർ സി എന്ന് കിട്ടും. സോ ഇതിനെ ചെയ്യുമ്പോൾ V0 ഇൻറ്റു ജെ ഒമേഗ ആർ സി ബൈ 1 മൈനസ് ഒമേഗ സ്ക്വയർ, ആർ സ്ക്വയർ ആണ്, ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ സി സ്ക്വയർ പ്ലസ് 3j ഒമേഗ ആർ സി. ദെൻ ഇങ്ങനൊരു വാല്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇവിടെ നമുക്ക് V0 ബൈ വി എഫ് കണ്ടുപിടിക്കാം. സോ ഇതാണ് വി എഫ്. V0 ബൈ വി എഫ് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ സി സ്ക്വയർ ബൈ ജെ ഒമേഗ ആർ സി പ്ലസ് 3j ഒമേഗ ആർ സി ബൈ ജെ ഒമേഗ ആർ സി ഇങ്ങനെ കിട്ടും. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ സി സ്ക്വയർ ബൈ ജെ ഒമേഗ ആർ സി പ്ലസ് ഇവിടുന്ന് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് കിട്ടും. ദെൻ ഇതിനെ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഒരു എ പ്ലസ് ജെ ബി ഫോമിൽ എഴുതുകയാണെങ്കിൽ എ പ്ലസ് ഈ ജെ അങ്ങ് ന്യൂമറേറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് മൈനസ് ജെ ആവും. സോ മൈനസ് ജെ ഇൻറ്റു 1 മൈനസ് ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ സി സ്ക്വയർ
ബൈ ഒമേഗ ആർ സി എന്ന് കിട്ടും. ദെൻ ഇതിപ്പോൾ ഒരു എ പ്ലസ് ജെ ബി ഫോമിലാണ്. വേണമെങ്കിൽ ഇതിനെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് എഴുതാം. 3 പ്ലസ് ജെ ഇൻറ്റു ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ സി സ്ക്വയർ മൈനസ് 1 ബൈ ഒമേഗ ആർ സി. ഇത് എ പ്ലസ് ജെ ബി ഫോമിലാണ്. നമുക്ക് ഇക്വേറ്റിംഗ് ദ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട്. സോ ഇക്വേഷൻ ഇത് ഞാൻ 1 എന്ന് കൊടുത്തു. ഈ ഇക്വേഷൻ നോക്കുവാണെങ്കിൽ ഈ V0 ബൈ വി എഫിൻ്റെ റിയൽ പാർട്ട് 3 ആണ്, അതിൻ്റെ ഇമാജിനറി പാർട്ട്. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ ഇമാജിനറി കമ്പോണൻ്റ് ഒന്നും ഇല്ല. സോ ഇക്വേറ്റിംഗ് റിയൽ ആൻഡ് ഇമാജിനറി കമ്പോണൻസ്. സോ നമുക്ക് ആദ്യം ഇമാജിനറി കമ്പോണൻ്റ് തന്നെ ആദ്യം ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റിംഗ് ഇമാജിനറി കമ്പോണൻറ്റ്. സോ ഇമാജിനറി കമ്പോണൻറ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ജെ കമ്പോണൻ്റ് ഇല്ല. സോ വി ക്യാൻ റൈറ്റ് ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ സി സ്ക്വയർ മൈനസ് 1 ബൈ ഒമേഗ ആർ സി ഈസ് ഈക്വൽ ടു 0. ഇവിടുന്ന് നമുക്ക് ഇത് 0 ആണ്. ദാറ്റ് ഈസ് ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ സി സ്ക്വയർ മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 ഈക്വൽ ടു 1 എന്ന് വരും. സോ ഇതിനകത്തുനിന്ന് നമുക്ക് ഒമേഗ ആർ സി എന്തെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. ഒമേഗ എന്ന് പറഞ്ഞാൽ 2 പൈ എഫ് ആണ്. 2 പൈ എഫ് ആർ സി ഈസ് ഈക്വൽ ടു 1, ഓർ വി ക്യാൻ റൈറ്റ് എഫ് ഈസ് ഈക്വൽ ടു 1 ബൈ 2 പൈ ആർ സി. അപ്പോൾ നമുക്കൊരു ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, സസ്റ്റെയിൻഡ് ഓസിലേഷൻ്റെ ഒരു കണ്ടീഷൻ നമുക്ക് 1 ബൈ 2 പൈ ആർ സി എന്ന് കിട്ടി. ദെൻ നമ്മൾ ഇക്വേഷൻ 1ൻ്റെ ഇമാജിനറി പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ റിയൽ പാർട്ട് ഉണ്ട്. V0 ബൈ വി എഫ് ഈസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് കിട്ടും. സോ ഇക്വേറ്റിംഗ് റിയൽ പാർട്ട് we can write V0 by Vf equal to 3. So V0 by Vf is equal to 3 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് Vf എന്ന് പറയുന്നത് ബീറ്റ ടൈംസ് വി ഔട്ട് ആണ്, ബീറ്റ ഫീഡ്ബാക്ക് ഫാക്ടർ ആണ്. അത് ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ബീറ്റ വി ഔട്ട് ഈസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് കിട്ടും. V0 ക്യാൻസൽ ചെയ്തു. ഇവിടുന്ന് 1 ബൈ ബീറ്റ ഈസ് ഈക്വൽ ടു 3. അതല്ലെങ്കിൽ ഇത് വിച്ച് ഇംപ്ലൈസ് ബീറ്റയുടെ വാല്യൂ നമുക്ക് കിട്ടും. ബീറ്റ ഈസ് ഈക്വൽ ടു 1 ബൈ 3 എന്ന് കിട്ടും. നമുക്കറിയാം ഫോർ സസ്റ്റെയിൻഡ് ഓസിലേഷൻ ബാർക്കോസൻ ക്രൈറ്റീരിയ വെച്ചിട്ട് വി ഹാവ് മോഡുലസ് ഓഫ് എ ബീറ്റ ഈക്വൽ ടു 1 എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. ഫോർ സസ്റ്റെയിൻഡ് ഓസിലേഷൻ ബാർക്കോസൻ ക്രൈറ്റീരിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് കണ്ടീഷൻ. സോ ഇതിൽ നിന്നും നമുക്ക് എ ബീറ്റ 1 ബൈ 3 ആണെങ്കിൽ എ എത്ര ആയിരിക്കും? വിച്ച് ഇംപ്ലൈസ് എ ഈസ് ഈക്വൽ ടു 3. സോ ആ രണ്ട് ആംപ്ലിഫയറിൻ്റെയും കൂടെ ഗെയിൻ എത്ര ആയിരിക്കണം? 3 ആയിരിക്കണം. സോ ദിസ് ഇസ് ദ കണ്ടീഷൻ ഫോർ ഓസിലേഷൻ. സോ നമ്മൾ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഈസ് ദ കണ്ടീഷൻ ഫോർ ഓസിലേഷൻ. ബീറ്റയുടെ വാല്യൂവും എയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ അടുത്ത ആ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ തന്നെ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്തത് ഈ വി എഫിൻ്റെ വാല്യൂ ആണ്. നമ്മളിനി ഈ ഫീഡ്ബാക്ക് വാല്യൂ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഈ ഫീഡ്ബാക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത് V0 ആണ്. സോ V0 ഇൻറ്റു R4 ബൈ R3 പ്ലസ് R4. V0 ഈ സൈഡ് അനലൈസ് ചെയ്ത പോലെ തന്നെ ഈ സൈഡ് അനലൈസ് ചെയ്യുവാണെങ്കിൽ, ഫീഡ്ബാക്ക് വാല്യൂ അനലൈസ് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ റൈറ്റ് So consider the R3 and R4 feedback path. So ആ പാത്ത് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ we can write Vf is equal to V0 into R4 by R3 plus R4. സോ ഇവിടെ നിന്ന് V0 ബൈ Vf നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. V0 ബൈ Vf എന്ന് പറയുന്നത് R3 പ്ലസ് R4 ബൈ R4 ആണ്. ഇതിനകത്തുനിന്ന് V0 ബൈ Vf ഓൾറെഡി നമ്മൾ പറഞ്ഞു 3 ആയിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്തു, ഈ റിയൽ പാർട്ട് ഇക്വേറ്റ് ചെയ്തപ്പോൾ. സോ ഇവിടെ നിന്ന് നമുക്ക് ഒരു വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് 1 പ്ലസ് R3. ദിസ് ഇംപ്ലൈസ് 1 പ്ലസ് R3 ബൈ R4 ഈസ് ഈക്വൽ ടു 3 എന്ന് എഴുതാം. അല്ലെങ്കിൽ R3 ബൈ R4 ഈസ് ഈക്വൽ ടു 2 എന്ന് എഴുതാം.
അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ R3 is equal to 2R4 എന്ന് എഴുതാം. So this is another condition. So this is the required condition for oscillation. So നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ R3യുടെ R4ൻ്റെ വാല്യൂ R3 ratio 2 ആയിരിക്കണം. So it is a required condition for oscillation. Condition for oscillation. സോ നമ്മൾ ആ ഒരു കണ്ടീഷനും പറഞ്ഞു. ഇനി പ്രാക്ടിക്കൽ കേസസിലാണെങ്കിൽ, സോ ഇൻ പ്രാക്ടിക്കൽ കേസസ് ദ ലൂപ്പ് ഗെയിൻ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ യൂണിറ്റി ഓർ ദ ബ്രിഡ്ജ് ഷുഡ് ബി സ്ലൈറ്റ്ലി അൺബാലൻസ്ഡ്. സോ നമ്മൾ ആ ബാലൻസ്ഡ് കണ്ടീഷനാണ് നേരത്തെ പ്രൂവ് ചെയ്തത്. പ്രാക്ടിക്കൽ കേസിൽ ഇറ്റ് മേ ബി സ്ലൈറ്റ്ലി അൺബാലൻസ്ഡ് ഫോർ ടു എൻഷുർ ഓസിലേഷൻ. സോ പ്രാക്ടിക്കൽ കണ്ടീഷൻ ഇതാണ് പറയുന്നത്. R3 is equal to 2R4 എന്നല്ല, KR4 എന്നാണ് നമ്മൾ പറയുന്നത്. K can be greater than 2. So this is the general case for practical cases. K എന്ന് പറയുന്നത് it can be greater than 2. കാരണം ബ്രിഡ്ജ് അവിടെ ബാലൻസ്ഡ് ആവണമെന്നില്ല. So it is an unbalanced state. So to ensure oscillation, this condition should be maintained. R3 is equal to KR4. So where K is greater than 2. So ഇത്രയുമാണ് നമുക്ക് വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററുമായിട്ട് അതിൻ്റെ അനാലിസിസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. വീൻ ബ്രിഡ്ജിൻ്റെ മാത്രം അനാലിസിസ് നമുക്ക് പഠിച്ചാൽ മതി. നെക്സ്റ്റ് നമുക്ക് ഹാർട്ട്ലി, ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ഇതൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു.